എക്സ്ക്ലൂസീവ് കണ്ടന്റ്. വാല് പറഞ്ഞേ, ഞാൻ ഒന്നും ചെയ്യത്തില്ല, കൈവിട്ടാ കടിക്കത്തില്ല. പോയി നോക്കുവാണേ, ഞാൻ കൂടെ അങ്ങ് തുറക്കാൻ പോവാണ്. തുറന്നോടെ തൊമ്മ. ഇപ്പം തൊമ്മൻ കിടക്കുന്ന ഏകദേശം 450 രൂപയുടെ കൂട്ടിലാണ്. നമ്മൾ ഇവനെ ഉണ്ടല്ലോ ഒരു 1,15,000 രൂപയുടെ കൂട്ടിലോട്ട് മാറ്റാൻ പോവാണ് കേട്ടോ. കൂട് കാണിച്ചിട്ടാ. ഇത് മെയിൻ്റെ തീറ്റയാണ്. ഇനിയിപ്പോൾ ഞാൻ നിങ്ങളെ കൂടിലേക്ക് കിടന്ന് കാണിച്ചു തരാം. ഇതാണ് ആദ്യത്തെ വാതിൽ. നമ്മൾ ഈ വാതിൽ തുറക്കും, നമ്മൾ ഇതിലേക്ക് കയറും. ഇപ്പം ഞാനിത് അടച്ചു കഴിഞ്ഞാൽ ജിനാശന് കയറാൻ പറ്റത്തില്ല. ഇപ്പോൾ തൽക്കാലം നമ്മൾ അടച്ചു കഴിഞ്ഞാൽ ഇത് കണ്ടോ. അതിന് ശേഷം നമ്മളിത് തുറന്നു കഴിയുമ്പോഴേക്കും നമ്മുടെ കൂട് സേഫാണ്, കിളിയൊന്നും ഇറങ്ങിപ്പോകത്തില്ല. കാര്യം നമ്മൾ വളർത്തുന്നതെല്ലാം ടേംഡ് ആയിട്ടുള്ള ബേർഡ്സാണ്. അപ്പോൾ നമ്മൾ ഒറ്റ വാതിൽ വെക്കുവാണെങ്കിൽ നമ്മളെ കാണുമ്പോൾ തന്നെ അവന്മാർ നെറ്റ് വന്നിരിക്കും. നമ്മൾ തുറക്കുമ്പോഴേക്കും ഇറങ്ങി പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇതുകൊണ്ട് ആൾ ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. കൂടൊക്കെ നോക്കിക്കൊണ്ടിരിപ്പുണ്ട്. നമ്മൾ ഇതുവരെ അവനെ ഓപ്പൺ എയറിൽ പറത്തിച്ച് വിട്ടിട്ടില്ല. അപ്പോൾ ഇവനെ അഴിച്ച് വിടുന്നതിന് മുമ്പ് ഈ കൂടിൻ്റെ ബാക്കി പണി നിങ്ങളെ കാണിച്ചിട്ടല്ലോ. അപ്പോൾ ഇതിൻ്റെ റൂഫ് വെക്കുന്നതും വാതിൽ വെക്കുന്നതൊക്കെ നിങ്ങളൊന്ന് കണ്ടിട്ട് വാ. അപ്പോൾ തോമാച്ച ഞങ്ങൾ കൂടൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാം കേട്ടോ. സൈഡിലത്തെ ഫ്രെയിം പോലെ 1 ഇഞ്ച് സ്ക്വയർ പൈപ്പിലല്ല മേളിലത്തെ ഫ്രെയിം പണിയുന്നത്. അത് കുറച്ചും കൂടെ കട്ടിയുള്ള ഫ്രെയിമാണ് കേട്ടോ. അതുകൂടാതെ സെൻറ്ററത്തെ പില്ലറെ വെക്കാനായിട്ടൊരു ഉത്തരവും കൂടെ പണിയുന്നുണ്ട്. ഇതും നല്ല സ്ട്രോങ് ആയിരിക്കണം, കാരണം മേളിൽ നല്ല വെയിറ്റ് വരുന്നതാണ്. ഇത്രയും മഴയും വെയിലും ഒക്കെ കൊള്ളാനുള്ളതായതുകൊണ്ട് തന്നെ നമ്മൾ പ്രൈമർ അടിച്ചിട്ടുണ്ട്. അതുപോലെ നല്ല വൃത്തിയായിട്ട് പെയിൻറ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഇത് തുരുമ്പെടുക്കാനുള്ള ചാൻസ് ഉണ്ട്. ഈ സെൻറ്ററിലെ പില്ലറെ വെക്കാനുള്ള ഈ ഒരു ഫ്രെയിം നമ്മൾ ഇത്രയും കട്ടിക്ക് പണിയുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും വലിയ ലോഡ് കയറാനുള്ളതാണ്. അതുപോലെ തന്നെ ഒരു 2-3 ആൾക്കാർക്ക് മേളിൽ കയറി ഇരുന്ന് വേണം അത് വെൽഡ് ചെയ്യാനായിട്ട്. അതേപോലെ തന്നെ ഫ്രെയിമിൻ്റെ താഴെയുള്ള ഗ്യാപ്പിൽ ഓരോ ഇരുമ്പ് കമ്പി നമ്മൾ വെൽഡ് ചെയ്ത് പിടിപ്പിക്കുന്നുണ്ട്. നമ്മൾ അതിനിടയ്ക്ക് കട്ട വെച്ച് കെട്ടുമ്പോഴേക്കും അതൊരു നല്ല സ്ട്രോങ് ആയിട്ടിരുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ ഫ്രെയിം ഒരു കാലത്തും ഇളകത്തില്ല. ഇപ്പോൾ കണ്ടോ, മേളിൽ 2 പേര് കയറി ഇരുന്നതിന് ശേഷമാണ് ആ ഫ്രെയിം എടുത്ത് മേളിൽ വെക്കുന്നത്. അത്രയും സ്ട്രോങ് ആണത്. ശരിക്കും ഈ ടൈം ലാപ്സ് കാണുമ്പോഴേക്കും പെട്ടെന്ന് ചെയ്താൽ തോന്നുമെങ്കിലും ഒത്തിരി സമയമെടുത്ത് നല്ല കഷ്ടപ്പെട്ട് വളരെ സേഫായിട്ടാണ് അവരിത് ചെയ്യുന്നത്. ഇപ്പോൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിലെല്ലാം ഒന്നും കൂടെ നന്നായിട്ട് വെൽഡ് ചെയ്യുവാണ്. വെൽഡ് ചെയ്തതിന് ശേഷം വെൽഡ് ചെയ്ത സ്ഥലത്തൊക്കെ ഒന്നും കൂടെ പ്രൈമർ അടിച്ച് പെയിൻറ് അടിച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ മെയിൻ വാതിൽ പണിതുകൊണ്ടിരിക്കുകയാണ്. മെയിൻ വാതിൽ നമ്മൾ ആദ്യം കാണിച്ചതുപോലെ തന്നെ 2 ലെയറാണ്. അപ്പോൾ അതും അതുപോലെ വളരെ സേഫായിട്ട് വാട്ടർ ലെവലൊക്കെ നോക്കി വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് അവർ ചെയ്യുന്നത്. നമ്മുടെ കൂടിന്റെ റൂഫിന്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഞങ്ങളാണെങ്കിൽ ഇവിടെ തൽക്കാലത്തേക്ക് വലയൊക്കെ എടുത്തിട്ടിരിക്കണം കേട്ടോ. കാരണം വലയിട്ടില്ലെങ്കിൽ പൊന്മാൻ, കൊക്ക് പോലെയുള്ള സാധനങ്ങൾ വേണ്ടി നമ്മുടെ മീനെ പിടിച്ചോണ്ട് പോകും. ഒരു ഗ്യാപ്പ് കിട്ടിയാൽ മതി, അവന്മാർ അതിനകത്ത് കയറും കേട്ടോ. അപ്പോൾ നമ്മൾ അടച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കൂടിന്റെ പണി ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇത് കണ്ടല്ലോ അല്ലേ. അപ്പോൾ ഇതാണ് നമ്മൾ കയറുന്ന ആദ്യത്തെ ഡോർ കേട്ടോ. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഈ ഡോർ തുറക്കും, നമ്മൾ അകത്ത് കയറും. നമ്മൾ അകത്ത് കയറിയതിന് ശേഷം ഇതുണ്ടോ, നമ്മളിത് അടയ്ക്കും. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ മേളുവശം ഓപ്പൺ ആണ്. ഇതുണ്ട്, ഇതിപ്പോൾ ഓപ്പൺ ആക്കിയിട്ടിരിക്കുകയാണ്. ഇവിടെ കവർ ചെയ്യാനുള്ളതാണ്. ഇവിടെയും ഒരു നെറ്റിൻ്റെ പീസ് വെച്ച് കവർ ചെയ്യും. അതുപോലെ തന്നെ ഈ സൈഡ് ഉണ്ടോ, ഈ സൈഡൊക്കെ കവർ ചെയ്ത് ഇതൊരു കേജ് പോലെ ആക്കി എടുക്കും. ഇതിപ്പോൾ കണ്ടോ, ഞാൻ ഇതിനകത്താണ് നിൽക്കുന്നത്. ഇതുണ്ടോ, അപ്പോൾ ഞാനൊരു കുഞ്ഞ് കേജിനകത്താണ്. നമ്മളിത് തുറക്കും. അപ്പോൾ എല്ലാം പക്കാ സേഫാണ്. ഇത് നമുക്ക് ലോക്ക് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇതാണ് നമ്മുടെ കുളത്തിൻ്റെ ഉൾവശം. ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് നെറ്റ് എടുത്ത് മാറ്റിയിട്ടുണ്ട്. അതുപോലെ നിങ്ങൾ മേള് കവർ ചെയ്തിരിക്കുന്നത് കണ്ടോ, മേള് ഫുള്ള് കവേർഡ് ആണ്. ഇത് കണ്ടോ. നമ്മൾ ചെയ്യുന്ന വേറെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സൈഡിൽ നമ്മൾ ഈ വീതിക്ക് അങ്ങ് വരെ നമ്മൾ ക്ലിയർ ഷീറ്റ് ചെയ്യും. എന്നിട്ട് ഇവിടെ ആയിരിക്കും നമ്മൾ ബ്രീഡിംഗ് കേജ് ഒക്കെ വെക്കുന്നത്. സ്ഥിരമായിട്ട് വന്ന കുറേ ഡൗട്ട്സ് ആണ്. നമ്മൾ ഇതിനകത്ത് ഇങ്ങനെ വെക്കുമ്പോൾ ഇതുണ്ട്, നല്ല വെയിലാണ്. അപ്പോൾ വെയിലടിച്ചാൽ കിളികൾക്ക് പ്രശ്നമില്ലെന്ന് നമ്മൾ ഇതിനകത്ത് ഫുള്ള് മരങ്ങൾ വെക്കാൻ പോകുന്നു കേട്ടോ. അപ്പോൾ ഒത്തിരി ആൾക്കാർ ചോദിച്ചായിരുന്നു ഇതിനകത്ത് മരം വെക്കാനുള്ള ഇടയില്ലല്ലോ എന്ന്. ഞാൻ കാണിച്ചു തരാം. ഈ സ്ഥലം കണ്ടോ, നമ്മൾ ഈ ഒരു ഗ്യാപ്പിൽ, അത് ഏകദേശം 1.5 അടിയുണ്ട്. ആ ഒരു ഗ്യാപ്പിൽ നമ്മൾ വെറൈറ്റികളായിട്ടുള്ള മരങ്ങളും ചെടികളും ഒക്കെ വെക്കും. അപ്പോൾ അത് നന്നായിട്ട് വളർന്ന് കഴിയുമ്പോഴേക്കും നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ ആ ചെടികൾ നമ്മുടെ കുളത്തിലേക്കായിരിക്കും മറിഞ്ഞു കിടക്കണേ അല്ലേ. കുളത്തിലേക്ക് അങ്ങനെ മറിഞ്ഞ് കിടക്കുവാണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ നല്ല വ്യൂ ആയിരിക്കും. അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഈ ഒരു സൈഡ് ഉണ്ട്, ഇവിടെ നമുക്കൊരു അത്യാവശ്യം ബെഞ്ചൊക്കെ ഇട്ടിരിക്കാനുള്ള സ്ഥലമുണ്ട്. നമ്മളിവിടെ ഇരുന്ന് നേരെ ഫ്രണ്ടിലേക്ക് നോക്കുമ്പോഴേക്കും നന്നായിട്ട് മരമൊക്കെ വളർന്ന് നിൽക്കുന്നത് കാണാൻ പറ്റും. കിളികൾ അതിലായിരിക്കും ഇരിക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴേക്കും നമുക്ക് അവർ നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റും. അവർക്കും വലിയ ഡിസ്റ്റർബൻസ് ആകത്തില്ല. കൂട്ടിന് ഇറങ്ങുമ്പോഴും അത് തന്നെ സെയിം പരിപാടി തന്നെ. നമ്മളിത് തുറന്നിട്ട്
ഇതിനകത്ത് കയറിയതിന് ശേഷം ഇത് അടയ്ക്കും. ഇപ്പോൾ നമ്മൾ കംപ്ലീറ്റ്ലി സെക്യൂർ ആണ്. അതിനുശേഷം നമുക്ക് ഈസി ആയിട്ട് ഇറങ്ങിപ്പോകും. ഇൻ കേസ് നമ്മൾ ഡോർ അടച്ചില്ലെങ്കിൽ പോലും നമ്മുടെ കിളികൾ സേഫ് ആണ്. അപ്പോൾ നമ്മൾ 2 ഡോറും അടയ്ക്കാതിരിക്കാനുള്ള ചാൻസ് വളരെ കുറവാണ്. ഏതെങ്കിലും ഒന്ന് നമ്മൾ അടച്ചിട്ടിരിക്കും, അപ്പോൾ കിളികൾ സേഫ് ആണ്. അപ്പോൾ ഇനി നമുക്ക് ഈ ഡോർ വെക്കുന്നത് കണ്ടാലോ. ഇനിയിപ്പോൾ ഫ്രണ്ട് ഡോർ പണിയുവാണ് കേട്ടോ. ഫ്രണ്ട് ഡോർ ആക്ച്വലി 2 എണ്ണം ഉണ്ട്. നിങ്ങളിപ്പോൾ കാണുന്ന ആദ്യത്തെ ഡോറാണ്. ഇതിന് ശേഷം ഉള്ളിലത്തെ ഡോറും പണിയുന്നുണ്ട്. അതിനിടയ്ക്ക് പിന്നെ മഴ പെയ്തു. മഴയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പണി ഡിലേ ആക്കുന്നത് കേട്ടോ. ഡോറിൻ്റെ പണി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഇവർ ചെയ്യുന്നത് ഇതിൽ പ്രൈമർ അടിക്കുവാണ്. പ്രൈമർ അടിച്ചതിന് ശേഷം നമ്മൾ എടുത്ത് വെക്കും. അങ്ങനെ ഒഫീഷ്യലി നമ്മുടെ കൂടിന്റെ പണി കഴിഞ്ഞു കേട്ടോ. കൂടിന്റെ പണി കംപ്ലീറ്റ് ആയി. കൂട് കാണിക്കുന്നതിന് മുമ്പ് 2 ആൾക്കാരെ പരിചയപ്പെടുത്തരാം. ബൈ ആപ്കാ നാം ക്യാ? ജിത്തു പിന്നെ സർവേന്ദ്. അപ്പം നമ്മുടെ പണി തുടങ്ങിയപ്പോൾ തൊട്ടുള്ളതാണ് ബൈ. രണ്ടാമത് ജോയിൻ ചെയ്താണ് ആള്. അപ്പോൾ എന്താണെങ്കിലും 2 പേർക്ക് ഒത്തിരി താങ്ക്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും പറയാനുണ്ടോ? 5 lakh പീപ്പിൾ ഇതൊക്കെ. അപ്പോൾ അവർക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അപ്പോൾ താങ്ക് യു സോ മച്ച് ബൈ. ഇതിനകത്ത് വേറൊരു കാര്യമുണ്ട്. ഇപ്പം നമ്മൾ ചില ആൾക്കാർ ഈ ഇങ്ങനത്തെ എന്നാ പറയുന്നത് ആൾക്കാരെ കാണുമ്പോഴേക്കും അവർക്കൊരു വലിയൊരു ബഹുമാനം ഒന്നുമില്ല. ശരിക്കും നമ്മൾ ആലോചിക്കുന്നുണ്ടല്ലോ, ഇതുണ്ടോ വലിയൊരു പീസ് ഓഫ് എഞ്ചിനീയറിംഗ് ആണ് അവർ ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് എല്ലാ തരത്തിലുള്ള ജോലിക്കാരെ ആവശ്യമാണ്. ഓരോരുത്തർ ചെയ്യുന്ന ജോലി അതെന്തായിക്കോട്ടെ അതിന് വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം നമുക്ക് എഞ്ചിനീയർമാരെ കൊണ്ടും ഡോക്ടർമാരെ കൊണ്ടും മാത്രം ജീവിക്കാൻ പറ്റത്തില്ല. അവരും വേണം, ഇവരും വേണം, എല്ലാവരും വേണം. അപ്പോൾ ചെയ്യുന്ന ജോലിക്ക് അതിൻ്റെതായിട്ടുള്ള അഭിമാനവും ഇതുണ്ട്. പിന്നെ നമ്മൾ ഓർക്കേണ്ട 2 ആൾക്കാരാണ്, രാഹുൽ ചേട്ടനും അതുപോലെ തന്നെ നമ്മുടെ അനിച്ചേട്ടനും. അപ്പോൾ ഇനി കുളത്തിന് ചുറ്റും ചെടി മേടിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ. ഞാനും ഉണ്ട്, ചേച്ചിയുണ്ട്, മമ്മിയുണ്ട് ഈ വണ്ടിയിൽ. നേരെ ഇറങ്ങുവാണെങ്കിൽ ഇതേ തോട്ടി കിടക്കും കേട്ടോ. അപ്പോൾ ഞങ്ങൾ മാത്രമല്ല, അപ്പോൾ നമ്മൾ 2 വണ്ടി വന്നപ്പോഴേക്കും നിങ്ങൾക്ക് ഊഹിക്കാവുന്ന കാര്യമുള്ളൂ. നമ്മൾ കുറച്ച് ചെടിയല്ല മേടിക്കാൻ, നമ്മൾ കുറച്ച് കൂടുതൽ ചെടി മേടിക്കാൻ പോവാണ്. നമ്മൾ ചെടി മേടിക്കുന്നത് വേറെ കാര്യം കൂടെ ഉണ്ട്. ഇവർക്ക് ഇഷ്ടമുള്ള ചെടി മേടിക്കാൻ കേട്ടോ. എല്ലാവർക്കും സെലക്ട് ചെയ്യാം. അപ്പോൾ ഏതൊക്കെ മേടിച്ചാലും ഞാൻ പൈസ കൊടുക്കും. വണ്ടിയെ കയറ്റാൻ പറ്റുന്ന ചെടിയായിരിക്കണം. നമ്മൾ അതുകൊണ്ട് 2 വണ്ടിയായിട്ട് വന്നേ. ആർക്കെങ്കിലും എന്തെങ്കിലും ചെടിയൊക്കെ മനസ്സിൽ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. ഞാൻ നോക്കിയിട്ടില്ല, ഞാൻ നോക്കി കണ്ടുപിടിക്കണം. ഞാനും നോക്കട്ടെ. ഇത് പണിയാവുന്ന ലക്ഷണമാണ് ഇവിടെ. ഇതുണ്ടോ മമ്മിയും ചേച്ചി ആ വഴിക്ക് പോയിട്ടുണ്ട്, ജിനോജാച്ചനും പപ്പ ഈ വഴിക്ക് പോയിട്ടുണ്ട്. നമുക്ക് ആദ്യമേ ഇവർ റോഡിൽ പോകും. എന്തെങ്കിലും തപ്പിയിട്ട് കളക്ഷൻ ഇഷ്ടം പോലെ ഉണ്ടല്ലേ. നിങ്ങൾ ഈ കാണുന്ന ഈ സ്ഥലം ഉണ്ടോ? ഇവിടെ അങ്ങോട്ട് മൊത്തം ചെടിയും മരങ്ങളുണ്ട് കേട്ടോ. ഒത്തിരി വെറൈറ്റീസ് ഉണ്ട്. എന്താ ഈ പപ്പയ്ക്ക് എന്തെങ്കിലും മനസ്സിൽ തോന്നുന്നുണ്ടോ? ഇതിന്റെ വെറൈറ്റിയോ? നല്ല ചുമന്ന ഇലയൊക്കെ ആയിട്ടിരിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ചേച്ചി ആദ്യത്തെ സാധനം സെലക്ട് ചെയ്തിരുന്നു. ഡെക്ക് ഫൈക്കസ് അല്ല, ഡെക്ക് ഫൈക്കസ്. ഇത് നല്ല വലിയ മരമാണ് കേട്ടോ. ഓ, നല്ല രസമുണ്ട്. ഇത് ഒടിച്ചു വിടാലോ അല്ലേ? ഒടിച്ചടിച്ച് വിടാം. അപ്പൊ നമ്മുടെ കിളിക്കൂടിനകത്ത് ആണല്ലേ. ഇവിടെ വെച്ച് കട്ടി വിട്ടാലും കുഴപ്പമില്ലോ. അടിപൊളി. അപ്പൊ ഇത് പറഞ്ഞ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇതെങ്ങനെയാ ചേച്ചി? ഇത് എന്നാ വില ഇതിന്റെ? എന്നാ ഇത് മാറ്റിക്കോട്ടെ ഗൈസ്. പപ്പ അവിടെ നിന്ന് ഒരു വലിയ സാധനമായിട്ട് വരുന്നുണ്ട്. ഇതെടുത്തോ? ഇതന്നെ ഇത്. ഇനി നമ്മളിത് അടുത്ത സെറ്റ് ഓഫ് ആൾക്കാർ, പപ്പയും ചേച്ചിയും മമ്മിയും മേടിച്ചു. ഇനി നെക്സ്റ്റ് ജിനോജാസൻ. പപ്പ ദേ അടുത്ത എടുത്തിട്ടുണ്ട് കേട്ടോ. അതൊന്ന് കാണിച്ചേ. അടിപൊളി. ഇത് അതിന്റെ തന്നെ വേറൊരു മോഡലല്ലേ? ആ, കൊള്ളാം. അപ്പൊ ഇത്രയും ഹോൾഡ് ഇപ്പൊ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവരോട് 1 ഷോപ്പിംഗ് ആണ്. ഇപ്പോഴെങ്കിലും തിരിച്ചു വരും തോന്നുന്നില്ല കേട്ടോ. അടുത്ത ഇതാണോ ചേച്ചി നോക്കിയത്? ഇതെന്നാ ഇത്? ഇതെന്തോ ഇല്ലി പോ സാധനം അല്ലേ? നല്ല തിക്ക് സാധനമാണ്. അല്ലല്ല, അത് വേറെ. ഇത് വെറൈറ്റിയാ. ചേച്ചിയുടെ പേര് മേടിക്കുമെന്ന് പപ്പ മേടിച്ചെന്നാ പോകുന്നത്. ഗൈസ്, എനിക്ക് സത്യം പറഞ്ഞ പപ്പയ്ക്ക് മേടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ചേച്ചിയുടെ പേര് പറഞ്ഞ് പപ്പ മേടിച്ചേക്കുന്നതാണ് കേട്ടോ. അയ്യോ, മമ്മി മേടിച്ചോ? മമ്മി ഏതാ? ചെത്തിയോ? കാണിച്ചേ. ഏതാ ചേച്ചി? ഇതാണോ ചേച്ചി? അടിപൊളി. മമ്മി ഒരു ചെത്തി സെലക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ.
ചേച്ചി ഈ പേരൊക്കെ എങ്ങനെ പഠിച്ചേ? സത്യം പറയും ഞങ്ങളെ ഇത് മാപ്രാങ്ക് എന്നൊക്കെ പറയല്ലേ? ആണോ? മാങ്ങ പോലെ അത് കൊച്ചാ മനസ്സിലായി. മാങ്ങ പോലെ ഹൈക്കസ് പാണ്ടാന്ന് പറയും. ഹൈക്കസ് പാണ്ട ഇത് വലുതാന്ന് പറയാം. 1100 രൂപ. ഇതിന്റെ ചെറുത് അതിനൊക്കെ എന്നാ വില? 250 രൂപ. ആ എന്നാ അതിന് ചെറുപുറം മേടിക്കാം. എന്നാ ദേവതാരം മേടിച്ചോ. 250 രൂപ. പപ്പ എനിക്ക് പപ്പ ഇവിടെ നടന്ന് എല്ലാവരുടെയും പേര് ചെടി മേടിക്കുവാണ് കേട്ടോ. എന്നെയാണ് മണപ്പിച്ചേ? മാസ്ക് വെച്ചോണ്ട് നല്ല മണം. ഇത് അടിപൊളി, നല്ല സ്മെല്ലാട്ടോ. നമ്മുടെ തൊമ്മന് മണത്തൊക്കെ ഇരിക്കും ഇടയ്ക്ക് വന്നിട്ട്. പക്ഷേ ഇത് 850 രൂപ മേടിച്ചോ. ആ എടുത്തു. ഇതാരും വിശ്വസിക്കരുത്, ഇതിലൊക്കെ നമ്പറാ കേട്ടോ. ചേച്ചി ഇതിന്റെ പേരെന്നാ ചേച്ചി? ഇതിന്റെ പേര് ബ്രൈഡൽ മുല്ല. ബ്രൈഡൽ മുല്ല. ഓക്കെ, ബ്രൈഡൽ മുല്ല മമ്മിയുടെ ഒന്ന്. എന്തിനാ? എനിക്ക് മുൻവശത്തെ കുളത്തിന്റെ അവിടെ വെക്കാം. ഓ, മുൻവശത്തെ കുളത്തിലേക്കാണോ? ആ, ജിനോചാച്ചന്റെ ചെടി. ജിനോചൻ പാണ്ടാണ് എടുക്കുന്നത്. എന്നാ പൊക്കിക്കോ, പേരിങ്ങനെ പടന്നു വരും അല്ലേ? ഫൈക്കസ് പാണ്ടയുമായി ജിനോചാച്ചൻ. ഇത് നമ്മുടെ കിണറ്റിന്റെ സൈഡിൽ ഇതല്ല കേട്ടോ, ഇത് അതിന്റെ കളർ വ്യത്യാസം ഉണ്ട് ഇലയ്ക്ക്. ഇത് വേറെന്താ സാധനമാണ്. ഇതിന്റെയൊക്കെ പേര് അറിയുന്ന ആൾക്കാരുടെ കമന്റ് ചെയ്തിരിക്കും. നമുക്കറിയത്തില്ല. വല്ല മീനൊക്കെ ആയിരുന്നു നമുക്ക് കമന്റ് ചെയ്യാറ്. ഇതിന്റെ ഒന്നും പേര് നമുക്കറിയത്തില്ല. ഫൈക്കസ് പാണ്ട എത്ര എമൗണ്ട് എത്രയാക്കണം എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഗസ് ചെയ്ത് ഞാൻ പറയുകയാണെങ്കിൽ ഒരു 6500 രൂപയ്ക്കാണ്. ചേച്ചി 5. ചേച്ചി ഇതിന്റെ പേരെന്നായിരുന്നു? ടെർമീലിയ ഗ്രീൻ. ടെർമീലിയ ഗ്രീൻ 1. ഇതിന്റെ പേരെന്നാ ചേച്ചി? ഡെക്കാമ. നല്ല പേരാണല്ലോ. അപ്പൊ നമ്മൾ ചെടി കംപ്ലീറ്റ് ആക്കി കേട്ടോ. അപ്പൊ ചേച്ചി എല്ലാം കൂടെ 5000 രൂപ. 5000 രൂപ തരിക. 275 രൂപ ഡിസ്കൗണ്ട്. 100 രൂപ എടുത്ത് ആ ഒരു സഫ്ലോറയും കൂടെ ഒരെണ്ണെടുത്തു. അവിടുന്ന് വന്നതല്ലേ. അതെ, ഞങ്ങൾ ഇത്ര സവോളയോ? എന്നാ സഫ്ലോറ. ആരെങ്കിലും പേരൊക്കെ ചോദിക്കുവാണെങ്കിൽ ഞങ്ങൾ അങ്ങനെ പറയും ചേച്ചി. പേര് ചോദിക്കാണ്ട് വേറെ ദിവസം വരാം കേട്ടോ. അതായിരിക്കും അത്രേ ഉള്ളൂ. അല്ലല്ല, അത്രേ ഉള്ളൂ. ആ സാധനത്തിന്റെ പേരെ കൊടുത്തുള്ളൂ. ഞാൻ ഫോട്ടോ ആയിട്ട് വരാം. അപ്പൊ നമ്മൾ ഇനി ചെടി കയറ്റാൻ പോവാണ് കേട്ടോ. ഇതിന് ഇപ്പൊ കയറ്റുന്ന ഒരു ഇച്ചിരി വലിയൊരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടാസ്ക് ആണ്. ഞാൻ ഇതിന്റെ അകമൊന്ന് കാണിച്ചു. ഇപ്പൊ സഞ്ചരിക്കുന്ന വനമാണ് നമ്മുടെ വണ്ടി. അതെ അതെ, പറക്കം തെളിവില്ല പാട്ടാ ഓർമ്മ വരുന്നത് കേട്ടോ. നല്ല രസമുള്ള അതിന്റെ പൂ. അപ്പഴ ഇത് അങ്ങനെ നമ്മൾ ജൈവ വണ്ടിയിലോട്ട് കയറിയേക്കാണ് കേട്ടോ. അപ്പൊ നമ്മളിനി നേരെ വീട്ടിലോട്ട് പോവാണ്. വീട്ടിൽ ചെന്നിട്ട് നമുക്കിനി ചെടിയൊക്കെ വെക്കാൻ വേണ്ടി പോവാണ്. അതിന് മുമ്പ് ഞാൻ നിങ്ങളെ കുളം ഒന്ന് കാണിച്ചു തരാം. അത് അകത്താണോ പുറത്താണോ? എന്റെ പൊന്നെ, അല്ലെങ്കിൽ അത് പുറത്തല്ല, അകത്തല്ല ഗൈസ്. എക്സ്ക്ലൂസീവ് കണ്ടന്റ്. വാല് പറഞ്ഞേ. നമുക്കിത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ഗ്യാപ്പ് അടയ്ക്കാനുള്ളായിരുന്നു. നമ്മളൊരു 3 മണിക്കൂർ മാറി എന്നേ ഉള്ളൂ. സാധനം അകത്ത് വന്ന് കയറി. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഞാൻ ചെന്ന് കഴിഞ്ഞാൽ പറന്നു പോവായിരിക്കും. കൊത്തു ഇത്. അയ്യോ പാവുണ്ട്. കാം ഡൗൺ. ഞാൻ ഒന്നും ചെയ്യത്തില്ല. എന്നെ കടിച്ചു. ഞാൻ ഒന്നും ചെയ്യത്തില്ല. ഞാൻ വിടാം. ഇതിനെ നമ്മൾ ഇത് കണ്ടോ, നമ്മുടെ കുളത്തിൽ വന്നിട്ട് മീനെ പിടിച്ചോ നമുക്ക് അറിയത്തില്ല. വയറൊന്നും അറിഞ്ഞിട്ടില്ല. കാര്യം വന്ന് കയറിയപ്പോൾ തന്നെ ആൾക്ക് സംഭവം മനസ്സിലായി കാണും. പുറത്തേക്ക് പറക്കാൻ പറ്റത്തുള്ളൂ എന്നുള്ളത്. പാനിക്കായിട്ടിരിക്കാരും തോന്നുന്നുണ്ടോ. ഇവനെ നമുക്ക് എന്നാ ചെയ്യണ്ടേ? കൈവിട്ടാ കടിക്കത്തില്ല. പുള്ളിക്ക് ഏകദേശം മനസ്സിലായെന്ന് തോന്നുന്നു കേട്ടോ. നമുക്കിനെ പുറത്തേക്ക് വിടാം. കാരണം നമ്മൾ അധികം വെയിറ്റ് ചെയ്യിപ്പിക്കുന്നില്ല. ഞങ്ങളുടെ കുളത്തിൽ വന്ന് കയറി ഞങ്ങളുടെ മീനിനെ പിടിക്കാൻ ശ്രമിച്ചല്ലോടാ. നമുക്ക് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ ഗ്യാപ്പെല്ലാം അടയ്ക്കണം കേട്ടോ. ഇനി ഈ വഴിക്ക് വന്നോ, പക്ഷേ ഞങ്ങളുടെ മീനിനെ പിടിക്കില്ല കേട്ടോ. നമ്മൾ വെറും 2 മണിക്കൂർ നേരത്തേക്ക് മാറുന്നുള്ളൂ. ആ ഒരു ഗ്യാപ്പിലാണ് വന്ന് കയറിയത് കേട്ടോ. നമുക്ക് എത്രയും പെട്ടെന്ന് നാളെ തന്നെ ഈ സാധനം അടയ്ക്കണം. നമുക്ക് എല്ലാ ഗ്യാപ്പും നല്ല വൃത്തിയായിട്ട് അടയ്ക്കണം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പൊന്മാൻ കയറിയതുപോലെ ഇതിനകത്തൂടെ ഓന്തും അരണയും എലിയും പാമ്പും ഒക്കെ കയറാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ചാൻസ് എടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ എല്ലാ വിടവും അടയ്ക്കുന്നുണ്ട്. അതിനുശേഷം മേളിലേക്ക് അരണയും ഓന്തൊക്കെ കയറാനുള്ള ചാൻസ് ഉണ്ട്. അത് നമ്മൾ എന്താ ചെയ്യുന്നത് നമുക്ക് ഫ്യൂച്ചറിൽ നമുക്ക് അത് അനുഭവിച്ചറിഞ്ഞാലേ ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മളിനി ചെടി വെക്കാൻ പോകണം കേട്ടോ. ചെടിയെല്ലാം എടുത്തുകൊണ്ട് വെച്ചിട്ടുണ്ട്. ചെടി വെക്കുന്നത് നല്ലൊരു പണിയാണ്. കാര്യം ഇത്ര ഏരിയ ഉണ്ട്. അപ്പോൾ ചെടി വെക്കാണ്ട് എത്രയും എടുക്കുമായിരിക്കും? 1 മണിക്കൂറുണ്ട്. മടുത്ത കേട്ടോ. രാവിലെ തുടങ്ങിയ പണിയാണ്. നമ്മൾ ചൊവ്വാഴ്ച വീഡിയോ ഇടാനായിട്ട് തിങ്കളാഴ്ച കൊണ്ട് മൊത്തം പണി രാവിലെ കൊണ്ട് തുടങ്ങിയതാണ്. തീർന്നിട്ടില്ല ഇതുവരെ. 1 മണിക്കൂർ കൊണ്ട് നമ്മൾ ചെടി വെക്കും. ചെടി വെച്ച് കഴിയുമ്പോൾ നമ്മൾ തോമാച്ചൻ ആഴ്ച ഇടാൻ പോകും.
നമ്മളിതേ കുറേ ചെടിയൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മൾ നോക്കുമ്പോഴേക്കും പെട്ടെന്ന് കാണാനായിട്ടൊന്നുമില്ല, കാര്യം അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലെല്ലാം പച്ചപ്പാണ് കേട്ടോ, അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് കാണാനില്ല. നിങ്ങളപ്പോൾ കൂടിൻ്റെ പണിയൊക്കെ കണ്ടല്ലോ. നമ്മളിനി തൊമ്മനെ അഴിച്ചു വിടാൻ പോവാണ് കേട്ടോ. തൊമ്മൻ എന്ത് ചെയ്യും ഇതിനടുത്ത് ഇട്ട് കഴിയുമ്പോൾ? തൊമ്മൻ്റെ ഫസ്റ്റ് റിയാക്ഷൻ എന്തായിരിക്കും? ഫസ്റ്റ് റിയാക്ഷൻ പുള്ളി ഒരു റൗണ്ട് പറന്നിട്ട് നമ്മുടെ ദേഹത്തിന് വന്നിരിക്കാനാണ് ചാൻസ്. ആകെ ഒന്ന് പറക്കും, മൊത്തത്തിലൊന്ന് കറങ്ങി നമ്മളെടുത്ത് വരും. മമ്മി ആരുടെ ദേഹത്തിരിക്കുമെന്ന് എനിക്ക് പറയാൻ പറ്റുകയല്ല, നിന്റെ ദേഹത്ത് തന്നെ ഇരിക്കുമായിരിക്കും. പപ്പയുടെ ദേഹത്ത് വന്നിരിക്കും. തൊമ്മനെ അഴിച്ചു വിടുന്നതിന് മുമ്പ് ഒരു വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഞാൻ നിങ്ങളെ ഡ്രാഗ് ചെയ്യിക്കുന്നല്ല കേട്ടോ. നമുക്ക് നമ്മുടെ മീൻ തീറ്റ കൊടുക്കാം. നമ്മൾ ഇന്ന് മീൻ തീറ്റ കൊടുത്തിട്ടില്ല. എൻ്റെ മീൻ്റെ തീറ്റ തോമാച്ചിൻ്റെ റിയാക്ഷൻ നിങ്ങൾ കണ്ടോണേ. ഇതിനോ അവൻ്റെ അടുത്ത് ക്യാമറ വെച്ചേ. ഇപ്പോൾ നമ്മുടെ മീനെല്ലാം പൊങ്ങി വരും. തോമാച്ചിൻ്റെ റിയാക്ഷൻ നമുക്ക് നോക്കാവേ. പോയി നോക്കുവാണേ എന്നാണ് തോമാശ. എടാ നിന്റെ കൂട്ടുകാരെ ഇവര് ഫ്രണ്ട്സ്, പെട്ടെന്ന് അവരൊക്കെ ആയിട്ട് ഫ്രണ്ട്സ് ആയിക്കോ. ഇത് കണ്ടോ കുട്ടപ്പനും സ്വർണ്ണപ്പനും എല്ലാവരും വന്ന് തീറ്റ തരുന്നുണ്ട് കേട്ടോ. എന്നാലും നമ്മുടെ കോഴിക്കാർപ്പിനാണ് ഏറ്റവും കൂടുതൽ ഭംഗിയല്ലേ. അതിനകത്ത് നിറച്ചുണ്ട്, ഇഷ്ടം പോലെ ഉണ്ട് പൊടിക്കളാട്ടോ. കാർപ്പിൻ്റെ കുഞ്ഞുണ്ട്. അപ്പോൾ ഇവന്മാരെ അതിനകത്ത് സെപ്പറേറ്റ് ഇട്ട് ഫീഡ് കൊടുക്കുവാണെങ്കിൽ അവന്മാർ പെട്ടെന്ന് വളരും. തൊമ്മൻ്റെ വീട്ടിലേക്ക് നമ്മൾ തൊമ്മനെ അയച്ചു വിടാൻ പോവാണ്. സോ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കൂടെ അങ്ങ് തുറക്കാൻ പോവാണ്. തൊമ്മ കിളിയെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഊപ്സ്, അയ്യോ ആദ്യത്തെ പറക്കലിൽ പോയി കമ്പിയെ പോയി ഇടിച്ചു. നോർമലാണ് കേട്ടോ, കാരണം ഇവൻ ഇവിടെ കമ്പിയുള്ള കാര്യം അറിയത്തില്ല. എല്ലാവരും പറഞ്ഞ പോലെ ആദ്യമേ പപ്പയെടുത്ത് വന്നിട്ടുണ്ട്. ഇവൻ ഈ ഓപ്പൺ എയർ ഇങ്ങനെ കണ്ടിട്ടില്ല. അപ്പം അതിന് വേണ്ടി കാക്കയൊക്കെ പറക്കുന്നുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടൊക്കെ പുള്ളിക്ക് ഒരു ചെറിയൊരു ടെൻഷനുണ്ട്. അവനൊന്ന് മരത്തിരുത്ത് നോക്കിയേ. തൊമ്മ അയ്യോ എൻ്റെ അടുത്ത് പോരെ ബാ. എന്നാ തൊമ്മ ഇവിടെ എന്താ ഉള്ളേ? എന്താന്ന് ഇവിടെ നോക്കിക്കേ, മീനൊക്കെ നോക്കിക്കേ. ഇത് കണ്ടോ മീനെ കണ്ടോ തൊമ്മ? ഇവനിപ്പോൾ ഭയങ്കര ടെൻഷനാണ് കേട്ടോ. ഇത് കണ്ടോ, ഇവനിപ്പോൾ എങ്ങോട്ട് പറക്കണം എന്ന് അറിയത്തില്ല. അതുപോലെ കമ്പി ഇവന് കാണത്തില്ല. അതാണ് മെയിൻ ആയിട്ടുള്ളൊരു പ്രശ്നം. മീൻ ഇവിടെ വന്ന് തീറ്റ തരുന്നുണ്ട്. അപ്പം പുള്ളിക്ക് ഭയങ്കര ഒരു പേടി പോലെ കാണിക്കുന്നുണ്ട്. അത് ഇണങ്ങി മാറെങ്കിൽ കുറച്ച് ദിവസം എടുക്കും. പപ്പ അവിടെ നിന്ന് വിളിക്കുന്നുണ്ട്. തൊമ്മ ഓ ഗുഡ് ബോയ്. നമ്മുടെ അടുത്ത് ഒത്തിരി സബ്സ്ക്രൈബേഴ്സ് ചോദിച്ചായിരുന്നു. നമ്മൾ ഇതിനകത്ത് കൊണ്ടിട്ട ഫൈറ്റർ ഫിഷ് എല്ലാം ചത്തുപോയി കാണുമല്ലോ. ഇത് ഒരെണ്ണം നിൽക്കുന്നുണ്ട് ഇവിടെ. നമ്മൾ ഈ സൈഡിൽ കൂടെ വെച്ചേക്കുന്ന ഓടിൻ്റെയും കല്ലിൻ്റെയും പടുതയുടെ ഇടയ്ക്ക് എല്ലാം ഫൈറ്റർ ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. ഇതുണ്ടോ അടുത്ത് നിൽക്കുന്നുണ്ടോ? അടുത്ത് നിൽക്കുന്നത് ഇതുണ്ട്. ഈ ഓടിൻ്റെ ഇടയ്ക്കാണ് അവൻ്റെ സ്ഥലം. അതുകൊണ്ട് ഇപ്പം എനിക്ക് തോന്നുന്ന എല്ലാവരുടെ ഡൗട്ട്സ് അത് ക്ലിയർ ആയി കാണും. അതുപോലെ ഈ ചെടിയുടെ ഇടയ്ക്ക് ആ സൈഡിലേക്ക് ഒത്തിരി ചെടി കിടപ്പുണ്ട്. അതിനിടയ്ക്ക് എല്ലാം ഇഷ്ടംപോലെ മീനുകളുണ്ട്. അപ്പോൾ അമ്മമാരെല്ലാം അവിടെയുണ്ട്. തൊമ്മ നീ എന്നാടേ നോക്കുന്നത്? നമ്മുടെ അടുത്ത് ഒത്തിരി സബ്സ്ക്രൈബേഴ്സ് ചോദിച്ചായിരുന്നു നമ്മൾ ഈ കൂടിനകത്ത് തോമാശിനെ ഒറ്റയ്ക്കാണ് ഇടുന്നതെന്ന്. തോമാശിനെ ഒറ്റയ്ക്കല്ല, നമ്മൾ ഇനിയും ബേർഡ്സിനെ മേടിക്കാൻ പോവാണ്. വരുന്ന വെള്ളിയാഴ്ച വൈകുന്നേരം 5 മണിക്കത്തെ വീഡിയോ കണ്ടാൽ മതി. നമ്മൾ ബേർഡ്സിനെ മേടിക്കുന്ന വീഡിയോ മിസ് ചെയ്യാതെ കാണാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഇസ്മി സെബിൻ സിറിയക്, തൊമ്മൻ, മമ്മി, പപ്പ, ശ്രീ ചേച്ചി. ഓക്കെ, അപ്പോൾ വെള്ളിയാഴ്ച വൈകുന്നേരം. തൊമ്മ ബൈ പറഞ്ഞേ. ഇപ്പോൾ തൊമ്മ ബൈ പറയും കേട്ടോ. എല്ലാം ഒന്ന് കണ്ടിട്ട് വരുമ്പോഴേക്കും നമ്മളൊന്ന് ബാക്കി കാര്യങ്ങളെല്ലാം റെഡിയാക്കും കേട്ടോ. അത് വേണ്ട, നമ്മൾ തൊമ്മനെ മാത്രമല്ല ഇടാൻ പോകുന്നത്. നമ്മുടെ വെള്ളിയാഴ്ച വൈകുന്നേരം 5 മണിക്കത്തെ വീഡിയോ കണ്ടാൽ മതി. നമ്മൾ കുറേ ബേർഡ്സിനെ മേടിക്കാൻ പോവാണ്. അപ്പോൾ ആ വീഡിയോ മിസ് ചെയ്യാതെ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഈ കുളത്തിനകത്ത് നമ്മൾ ഇനി ഏതൊക്കെ ബേർഡ്സിനാണ് ഇടുന്നതെന്നൊക്കെ അറിയാൻ വേണ്ടി പറ്റും കേട്ടോ. അത്ര നീട്ടി പറയേണ്ട ആവശ്യമില്ലല്ലോ. പണി ഇതിനകത്ത് മെയിൻ ആയിട്ട് ആൾക്കാരായിരുന്നു. ചേട്ടൻ്റെ പേരെന്നായിരുന്നു? അനിൽ ചേട്ടനും രാഹുൽ ചേട്ടനും. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഇനി ഉമ്മ വേണോടാ? ഒരു ഉമ്മ കൂടെ കൊടുത്തേ. ഉമ്മ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ, ലൈക്ക് ചെയ്യാൻ പറ, വീഡിയോ ലൈക്ക് ചെയ്യാൻ പറഞ്ഞേ.